ഇനി നമുക്ക് ചില ടേംസ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. കുറേ എണ്ണം നമുക്കറിയാം പഠിച്ചാൽ, എന്നാലും തിയറി ആയിട്ടൊന്ന് പറഞ്ഞു. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അറിയാലോ. ഗുഡ്സ് സെൻഡ് അണ്ടർ ദ കൺസൈൻമെൻറ്റ് എഗ്രിമെൻറ്റ്. ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും ഒരു തമ്മിൽ കേട്ടോ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഒരു തെളിവൊക്കെ വേണ്ടേ, നാളെ ഇത്രയും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ. ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? കൺസൈനർ കയ്യിലുണ്ടാവുക. ഓക്കെ അല്ലേ? അൺടിൽ ഇറ്റ് സോൾഡ് ബൈ ആരാണ്? കൺസൈനി. അപ്പോൾ കൺസൈനി ഒരാൾക്ക് വിറ്റാൽ പിന്നെ ആരുടെ കയ്യിലാവും? ആ മേടിച്ച ആളുടെ കയ്യിലാവും. അയാളാണ് ശരിക്കും മേടിക്കുന്ന ആൾ. കൺസൈനി ഈസ് എ ഇൻ്റർമീഡിയറ്റ്. ഓക്കെ അല്ലേ? അയാളുടെ അടുത്ത് ഗുഡ്സിൻ്റെ പൊസഷൻ ഉണ്ടാവും. പൊസിഷൻ പറയുമ്പോൾ കൈവശം വെച്ച് അയാൾ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും? കൺസൈൻ. പ്രോഫോമ ഇൻവോയ്സാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സെയിൽസ് ആണോ അത്? കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ സെയിൽസ് അല്ലല്ലോ. പക്ഷേ അതിനൊരു പ്രൂഫ് വേണ്ടേ? ആ പ്രൂഫാണ് പ്രോഫോമ ഇൻവോയ്സ്. വായിച്ചാൽ ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ഇൻവോയ്സ്. ലൈക്കാണ്, ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഇൻവോയ്സ്. ലൈക്ക് സെൻഡ് ടു കൺവേ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഗുഡ്സ് കൺസൈൻഡ് ഇഷ്യൂഡ് ബൈ കൺസൈനർ ടു ഏതാണ്? കൺസൈൻ. അപ്പോൾ ഈ സാധനം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് അയക്കുന്ന സമയത്ത് ഈ കൺസൈനർ എന്ത് ചെയ്യും? ഒരു ബില്ല് കൂടെ കൺസൈൻമെൻറ്റും കൂടെ കൊടുക്കും പറയും. ആ ബില്ല് അല്ലെങ്കിൽ അതിൻ്റെ പേരാണെന്ത്? പ്രോഫോമ ഇൻവോയ്സ്. കണ്ടാ, അത് ജെനുവിൻ ഇൻവോയ്സ് അല്ല. അതുകൊണ്ടാണ് അവർ എന്ത് ടേം ഉപയോഗിക്കുന്നത്? പ്രോഫോമ എന്ന് ഉപയോഗിക്കുന്നത്. അടുത്തേതാ? എക്സ്പെൻസ് ഓൺ സെയിൽസ്. ആരാ സെയിൽസിൻ്റെ എക്സ്പെൻസ് ഇൻക്വയർ ചെയ്യുക? കൺസൈൻ. ആർക്ക് വേണ്ടി? കൺസൈനർക്ക് വേണ്ടി. വായിച്ചേ, എക്സ്പെൻസ് ഇൻക്വേർഡ് ബൈ കൺസൈനി റിക്കവേർഡ് ഫ്രം കൺസൈനർ. ഹൗവർ സച്ച് എക്സ്പെൻസ് ക്യാൻ ബി ഷെയർഡ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്യും? അങ്ങോട്ടും കൊണ്ടും ഇതാക്കാം. ഫോർ എക്സാമ്പിൾ, കൺസൈനി 5000 റുപ്യ ചിലവഴിച്ചിട്ട് സെയിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 2500 എന്ത് ചെയ്യാൻ മതി? ഈ തന്നാൽ മതി. കാരണം ഈ സാധനം സെയിൽ ചെയ്തിട്ട് എനിക്കും ഗുണമുണ്ടല്ലോ. എനിക്കെന്ന് പറഞ്ഞാൽ ആരാണ്? കൺസൈനിക്ക്. അങ്ങനെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. പ്രോബ്ലത്തിൽ പ്രത്യേകം ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും കാണാറില്ല. ഓക്കെ അല്ല? ആരിൽ തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക? കൺസൈനറിൽ തന്നെ ഉണ്ടാവുക. അടുത്ത്, അഡ്വാൻസ് മണി എന്തെങ്കിലും കിട്ടിയാൽ അതോ കൺസൈനർക്ക് ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കും. അതാ പറഞ്ഞു. യൂഷ്വലി കൺസൈനി മേ ഗീവ് അഡ്വാൻസ് ടു കൺസൈനർ. ഇറ്റ് ഈസ് എ ലയബിലിറ്റി ടു കൺസൈനർ ആൻഡ് വൈസ് വേഴ്സ. മനസ്സിലായ? ഇതാണ് ആര്? നമ്മുടെ റാമു അല്ലേ? ഇതാരാ? ദാമു. നമ്മുടെ എക്സാമ്പിളിൽ ഇയാളാണ് കൺസൈനർ, ഇയാളാരാണെന്ത്? കൺസൈനി. ആരാണ് പൈസ ഇങ്ങോട്ട് കൊടുക്കുന്നത്? സാധനം സെയിൽ ചെയ്തിട്ടുള്ള പൈസ കൊടുക്കലല്ല, അതിന് മുൻപേ തന്നെ ഒരു എമൗണ്ട് കൊടുക്കും. ഓക്കെ അല്ലേ? ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റൊക്കെ. കാരണം വലിയ എമൗണ്ടിൻ്റെ സാധനമല്ലേ ദാമുവിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 10 ലക്ഷം രൂപ ദാമു എന്ന കൺസൈനി രാമു എന്ന കൺസൈനർക്ക് കൊടുത്താൽ രാമുവിൻ്റെ ജേണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാണ്? ദാമു. അപ്പോൾ ദാമു ആരായി? ലയബിലിറ്റി. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്തായി? ക്രെഡിറ്റ് ആയി. ഇയാളുടെ എൻട്രി എന്താ വരാം? രാമു അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ക്യാഷ്. വൈ രാമു ഡെബിറ്റഡ്? ഇറ്റ്സ് ആൻ അസെറ്റ്. മനസ്സിലായ? ക്ലിയർ? ഒരാൾക്ക് പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ കൊടുക്കുന്ന ആൾക്ക് എന്താണ്? അസെറ്റാണ്. കിട്ടുന്ന ആൾക്ക് എന്താ? ലയബിലിറ്റി. നീ എമൗണ്ട് ആയിട്ട് തിരിച്ചു കൊടുക്കോ? ഇല്ലല്ലോ. ഇതിൻ്റെ കളി എങ്ങനെ മനസ്സിലായില്ലേ? നീ സാധനം ഗുഡ്സ് കൊണ്ടുപോയി കൊടുത്താർക്ക്? ദാമുവിന്. ഇനി ദാമു ഗുഡ്സ് വിറ്റാൽ പൈസ കിട്ടൂലേ? അപ്പോൾ ആ പൈസ ഓൾറെഡി ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെ കൊടുക്കുന്നതാണ്. കമ്മീഷനാണ് അടുത്ത്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ കമ്മീഷൻ ഏതിൻ്റെ മുകളിലാണ്? ഗ്രോസ് സെയിൽസിൻ്റെ മുകളിലാണ് കാണാറ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ടോപ്പിക് ഏതാണ്? പലതരത്തിലുള്ള കമ്മീഷൻ ഉണ്ട് അത്ര. ഒന്നാമത്തെ കമ്മീഷൻ ഓർഡിനറി ഓർ നോർമൽ കമ്മീഷൻ. ഓക്കെ അല്ലേ? മറ്റൊരു കമ്മീഷൻ ഡെൽ ക്രിഡർ കമ്മീഷൻ, ദെൻ ഓവർ റൈഡിങ് കമ്മീഷൻ. നമുക്ക് ഓരോന്നായി പഠിക്കാം. ഓക്കെ അല്ലേ? ഇങ്ങനെ വായിക്കണം. ക്ലിയർ? എന്താണ് ഓർഡിനറി കമ്മീഷൻ? ഓൺ ഗ്രോസ് സെയിൽസിൻ്റെ മുകളിലാണ്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തില്ല, 12 ലക്ഷത്തിൻ്റെ 10% അല്ലേ? അതേപോലെ ഏതാണ് തൊട്ട് മുൻപ് വേറെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? 1,60,000ൻ്റെ 10% 16,000 കണ്ടില്ലേ? അതാണ് ആ കാൽക്കുലേഷൻ. റിസ്ക് ആരുടെ കയ്യിലാണ്? ബാഡപ്റ്റിൻ്റെ, കൺസൈനിയുടെ കയ്യിലാണ്. ബാഡപ്റ്റ് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിച്ചോ. കൺസൈനർ കൺസൈനിക്ക് എന്ത് ചെയ്തു? ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ എക്സാമ്പിൾ ആർക്ക്? രാമു ദാമുവിന് സെൻഡ് ചെയ്തു. ദാമു സെയിൽ ചെയ്യുന്നത് ക്യാഷിനാണെന്ന് നിർബന്ധമില്ലല്ലോ, ചിലപ്പോൾ ക്രെഡിറ്റിനായിക്കൂടെ. അപ്പോൾ ദാമുവിനൊരു ഡെപ്റ്റർ ഉണ്ടാവില്ലേ? ആ ഡെപ്റ്റർ പൈസ തരാതിരുന്നാൽ ആരാണ് ഉത്തരവാദി? രാമാണോ
ദാമുവാണോ? ദാമുവാണ്. ആണോ? ദാമു ആണ് ആവണമെങ്കിൽ ഏത് പറ്റില്ല, നോർമൽ കമ്മീഷൻ കൊടുത്താൽ പോരാ. ദാമു പറയുന്നതാണ് അതിന് എനിക്ക് ആ റിസ്ക്കും കൂടെ ഏറ്റെടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാ കമ്മീഷൻ തരണം. ഓക്കെ അല്ലേ? ആ കമ്മീഷൻ്റെ പേരാണ് എന്ത്, ഡെൽ ക്രിഡർ കമ്മീഷൻ. മനസ്സിലായോ? കിട്ടിയാ? കറക്റ്റ് പോയിന്റ് കിട്ടിയാ? ബാഡപ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ബാഡപ്റ്റ് ആരുടെ ഉത്തരവാദിത്തം? കൺസൈനറുടെയാണ്. റിസ്ക് ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞേ? റിസ്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കൺസൈനിക്ക് ആ റിസ്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ആ റിസ്ക് കൺസൈനി ഏറ്റെടുക്കണമെങ്കിൽ അഡീഷൻ ടു നോർമൽ കമ്മീഷൻ കൺസൈനർ ഷുഡ് പേ സം എക്സ്ട്രാ കമ്മീഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് ഡെൽ ക്രിഡർ കമ്മീഷൻ. നോർമൽ കമ്മീഷൻ ആണെങ്കിൽ ബാഡപ്റ്റിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? കൺസൈനർക്കാണ്. അതാണ് നോ റിസ്ക് ഓഫ് ബാഡപ്റ്റ് ടു ആർക്ക്? കൺസൈനിക്ക് യാതൊരു ബാധ്യതയും ഇല്ല. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് ഇതിൽ ഡെൽ ക്രിഡർ കമ്മീഷൻ ആണെങ്കിൽ എന്താണ്, ഏതിൻ്റെ മുകളിലാണ് ഡെൽ ക്രിഡർ കമ്മീഷൻ കൊടുക്കുക? ഓൺ ടോട്ടൽ ഓർ ക്രെഡിറ്റ്. അഡീഷണൽ കമ്മീഷൻ ടു ഇൻക്രീസ് ദ സെയിൽസ്. സെയിൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അഡീഷണൽ കൊടുക്കുന്ന. സെയിൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ? സെയിൽ ഇൻക്രീസ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കടത്തിന് കൊടുത്താൽ മതി. ക്രെഡിറ്റ് സെയിൽ ചെയ്താൽ മതി. എന്താ പറഞ്ഞു? പൈസ കുറച്ചിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അതൊരു പോയിൻ്റാണ്. പിന്നെ കൊടുക്കുന്ന എന്താണ്, ക്രെഡിറ്റിന് സാധനം കൊടുത്താൽ ഒരുപാട് ആളുകൾ മേടിക്കാണ്ടാവും. പക്ഷെ ക്രെഡിറ്റിന് കൊടുത്താൽ എന്തുണ്ടാവും? ബാഡപ്റ്റ് കൂടും. ഓക്കെ അല്ലേ? ആ ബാഡപ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കും? കൺസൈനി. എങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഡെൽ ക്രിഡർ കമ്മീഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? അപ്പോൾ റിസ്ക് ഓഫ് ബാഡപ്റ്റ് ആർക്ക് കിട്ടും? കൺസൈനിക്ക് കിട്ടും. മനസ്സിലായണ്ട? കൂടുതൽ റിസ്ക് എടുക്കുന്നതുകൊണ്ട് കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്ന ആ കൂടുതൽ കമ്മീഷൻ്റെ പേരാണെന്ത്? ഡെൽ ക്രിഡർ കമ്മീഷൻ. ഓവർ റൈഡിങ് കമ്മീഷൻ ഒന്ന് വ്യത്യസ്തമായ സാധനമാണ്. ഈ പുതിയ പ്രൊഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് ഏത്? ഓവർ റൈഡിങ് ഓൺ ടോട്ടൽ സെയിൽസ് ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. മനസ്സിലായോ? ഈ ഓവർ റൈഡിങ് ആണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ ചെയ്തത്. ഓക്കെ അല്ലേ? എന്താണ് ആ പോയിന്റ്? ഈ പോയിന്റ് ശ്രദ്ധിച്ചു നോക്ക്. ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് ഏതാണ്? ഇൻവോയ്സ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസ് എത്ര ഉള്ളത്? 14,000 ഉള്ളൂ. പക്ഷേ ആക്ച്വലി എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്ത്? 15,000. അപ്പോൾ എക്സ്ട്രാ എത്ര വന്ന്? 1000 വന്നില്ലേ? ഈ 1000-ന് ഡെലിവറി ഒരു കമ്മീഷൻ കൊടുത്തില്ലേ നേരത്തെ? ഒരു 15% DP1 ചെയ്തില്ലേ? ഓക്കെ, അത് ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ നോർമലി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. എപ്പോഴാണ് ഇത് കൊടുക്കുക? പുതിയ പ്രൊഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യുമ്പോഴാണ്. എന്തിനാണ് പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കുന്നത്? എക്സ്ട്രാ കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സോപ്പ് മേടിക്കാൻ വേണ്ടി ഷമീലിൻ്റെ കടയിൽ പോയി. അപ്പോൾ കൺസൈൻമെൻറ്റിൽ വന്ന ഒരു സോപ്പാണെന്ന് വിചാരിക്കുക. ഒരു കൺസൈനർ ആർക്ക് കൊടുത്ത്? ഇപ്പോൾ XY എന്ന് പറഞ്ഞൊരു സോപ്പാണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സോപ്പ് എന്ത് ചെയ്യാണ്? ഇതിൻ്റെ കൺസൈനർ ഷമീലായ കൺസൈനറിൻ്റെ അടുത്ത് സോപ്പ് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർ റൈഡിങ് കമ്മീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് പോയിട്ട് ഷമീലിനോട് ഏത് സോപ്പാണ് അടിപൊളി അറിഞ്ഞു? അവൻ പറഞ്ഞത് XY സോപ്പ് സൂപ്പറാ മോനെ അറിഞ്ഞു. കാരണം എന്താ? അത് വിറ്റാൽ അവനക്ക് കൂടുതൽ എന്ത് കിട്ടും? കമ്മീഷൻ കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഈ ന്യൂ പ്രൊഡക്റ്റിനൊക്കെയാണ് എക്സ്ട്രാ കമ്മീഷൻ ആര് കൊടുക്കുക? കൺസൈനിക്ക് കൊടുക്കുക. ബാഡപ്റ്റിനെ കുറിച്ചാണ് അടുത്ത ഡിസ്കഷൻ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു ഇത് 6ാമത്തെ പോയിൻ്റായ കമ്മീഷൻ്റെ ടൈപ്പാണ് പറഞ്ഞു. ഇനി 7ാമത്തെ പോയിന്റിലേക്ക് വരാം. എന്താ 7ാമത്തെ പോയിന്റ്? ബാഡപ്റ്റ്. കൺസൈനി റെസ്പോൺസിബിൾ ഫോർ ബാഡപ്റ്റ് ഇഫ് ഹി ഹാസ് ഡെൽ ക്രിഡർ കമ്മീഷൻ. അതിൻ്റെ മീനിങ് എന്താ? അതർവൈസ് നോർമലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബാഡപ്റ്റ് ഓർ റിസ്ക് ഓഫ് ബാഡപ്റ്റ് ഷുഡ് ബി ബെയർ ബൈ ആരാണ്? കൺസൈനർ. പിന്നെ അക്കൗണ്ട് സെയിലാണ് അടുത്ത്. അക്കൗണ്ട് സെയിൽ. ഓക്കെ അല്ലേ? അക്കൗണ്ട് സെയിൽ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു പീരിയോഡിക് റിപ്പോർട്ട് ആരാർക്ക് കൊടുക്കണം? കൺസൈനർക്ക് കൊടുക്കണം. നേരത്തെ കൺസൈനിക്ക് കൊടുക്കുന്ന സാധനമാണ് ഏത്? ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ. അതാണ് പ്രോഫോമ ഇൻവോയ്സ്. ഇത് അക്കൗണ്ട് സെയിൽസ് പറയുമ്പോൾ എന്താണ്? ഒരു മാസം കൂടുമ്പോഴോ ആഴ്ച കൂടുമ്പോഴോ കൺസൈനി ഒരു റിപ്പോർട്ട് ആർക്ക് അയച്ചു കൊടുക്കണം? കൺസൈനർക്ക്. അപ്പോഴേ കൺസൈനർക്ക് എന്തറിയാൻ പറ്റുള്ളൂ? കൺസൈനി എത്ര യൂണിറ്റ് വിറ്റുണ്ട്, അയാൾക്ക് എത്ര കമ്മീഷൻ കൊടുക്കണം, ബാഡപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വായിച്ചാലോ. കൺസൈനി സെൻഡ് എ പീരിയോഡിക്. ആരാണ് സെൻഡ് ചെയ്യുന്നത്? കൺസൈനി. ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്? കൺസൈനർക്ക്. അതിൻ്റെ പേരാണെന്ത്? അക്കൗണ്ട് സെയിൽസ്. അതിലെന്തൊക്കെ ഉണ്ടാവും? സെയിൽസ് മെയ്ഡ് ബൈ കൺസൈനി. കൺസൈനി എത്ര സെയിൽ ചെയ്തിട്ടുണ്ട് ഉണ്ടാവും.
അടുത്ത് എക്സ്പെൻസ് ഇൻകോഡ് ഓൺ ബിഹാഫ് ഓഫ് കൺസൈനർ റീഇംബേഴ്സ് ടു ബി കൺസൈനി. നമ്മൾ പറയുന്നല്ലോ സെല്ലിംഗ് എക്സ്പെൻസ് പെയ്ഡ് ബൈ കൺസൈനി എന്ന് പറയുന്നല്ലോ. എങ്ങനെ കിട്ടുക? അക്കൗണ്ട് സെയിൽ വഴി കിട്ടുള്ളൂ. അല്ലാതെ എങ്ങനെ അറിയാൻ പറ്റുക കൺസൈനർക്ക്? ക്ലിയർ അല്ലേ? ഈ അക്കൗണ്ട് സെയിൽ മാത്രം ഉണ്ടായാൽ പോരാ, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? സെല്ലിംഗ് എക്സ്പെൻസ് ചിലവഴിച്ചതിൻ്റെ എന്ത് കൊടുക്കണം? ഡോക്യുമെൻ്ററി എവിഡൻസ്, വൗച്ചർ, അങ്ങനത്തെ പേയ്മെൻറ്റിൻ്റെ റിസീപ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ. പിന്നെ കമ്മീഷൻ ഏൺഡ് ബൈ കൺസൈനി. അൺസോൾഡ് സ്റ്റോക്കില്ലേ, എത്ര വിറ്റു, എത്ര ഇപ്പോൾ 100 ഒഴിവാക്കി സെൻഡ് ചെയ്ത് കൊടുത്തു, 80 വിറ്റു, അപ്പോൾ 20 ഉണ്ട് എന്നൊക്കെ അറിയണ്ടേ? ഞാൻ 20 ചിലപ്പോൾ ലോസ് സംഭവിച്ചിട്ടുണ്ടാവില്ലേ? ആ ലോസൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നെറ്റ് ബാലൻസ് ഡ്യൂ ടു ദ ഫേം, ഡ്യൂ ടു ഓർ ഫ്രം ഏതാണ്? കൺസൈനി. ചിലപ്പോൾ പൈസ അങ്ങോട്ട് കൊടുക്കാനാവും, ചിലപ്പോൾ എന്താവും? ഇങ്ങോട്ട് തരാനാവും. അങ്ങനെ ആയിക്കൂടെ? ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും, ചിലപ്പോൾ ഇങ്ങോട്ട് തരാനുണ്ടാവും. അപ്പോൾ ഈ അഡ്വാൻസ് ഒക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും. ഓക്കെ. കൺസൈൻമെൻറ്റും സെയിൽസും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് നമ്മൾ പറഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചുവിടാം. പാർട്ടി ഇവിടെ ആരൊക്കെ? കൺസൈനർ, കൺസൈനി. ഇവിടെ ആരാ? സെല്ലർ, ബയ്യർ. അടുത്ത ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? കൺസൈനറുടെ കയ്യിലാണ്. ടിൽ ഗുഡ്സ് സോൾഡ്. ഓക്കെ അല്ലേ? മറ്റേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ടു, സാധനം മേടിച്ചുകൊണ്ടായ അപ്പം തന്നെ ആർക്ക്? ബയ്യർക്ക് എന്ത് ചെയ്യും? സാധനം കിട്ടും. റിസ്ക് ആർക്കാ? ഫുൾ കൺസൈനർക്കാണ്, ടു ബയ്യർക്കാണ് ഇവിടെ. പിന്നെ അൺസോൾഡ് ഗുഡ്സ് ക്യാൻ റിട്ടേൺ ചെയ്യാൻ പറ്റും, ഇവിടെ ക്യാനോട്ട് റിട്ടേൺ. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞ് മനസ്സിലായ? കൺസൈനർ കൺസൈനിക്ക് സാധനം കൊണ്ടുപോയി, എന്നിട്ട് കൺസൈൻ വിളിച്ച് പറയണം 1 മാസം കഴിഞ്ഞിട്ടും സാധനം പോയിട്ടില്ല. അപ്പോൾ കൺസൈനർക്ക് പറയാൻ പറ്റും എന്ത്? അത് പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെയും വിൽക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തിരിച്ചെടുക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണം? പലചരക്ക് കച്ചവടക്കാരൻ അയാൾ എന്ത് ചെയ്തു? കുറച്ച് അരി എവിടുന്ന് മേടിച്ചോടുന്നു? ഒരു ബയ്യർ, ഒരു സെല്ലർ ആയിരുന്നു, അതോ ഒരു ഹോൾസെയിലർ ആയിരുന്നു മേടിച്ചോടുന്നു. എന്നിട്ട് അയാൾക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ? സാധനം പോയില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ നിങ്ങളിങ്ങനെ ആലോചിക്കും, ഇത് റിട്ടേൺ പറ്റുമല്ലോ, അപ്പോൾ ജേണലിൻ്റെ പഠിച്ചിട്ടുണ്ടല്ലോ സെയിൽസ് റിട്ടേണിൻ്റെ പർച്ചേസ് റിട്ടേൺ. അത് വല്ല ഡിഫക്റ്റ് വന്നാലല്ലേ? വിൽക്കാത്തത് കൊണ്ട് തിരിച്ചയക്കാൻ പറ്റില്ല. അതെവിടെ പറ്റും? കൺസൈനറിൽ പറ്റും, ഇവിടെ പറ്റില്ല. റിലേഷൻഷിപ്പാണ് കൺസൈനർ, പ്രിൻസിപ്പൾ, മറ്റേതാണ് ഏജൻറ്റ്. ഓക്കെ അല്ലേ? അഥവാ ഇയാളൊരു ഇൻ്റർമീഡിയറാണ്. ആര്? കൺസൈൻ. അപ്പോൾ അയാൾ ഏജൻ്റാണ്. ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്? പ്രിൻസിപ്പളായ കൺസൈനർക്ക് വേണ്ടിയിട്ട്. മറ്റടുത്ത് സെല്ലർ ബയ്യർ റിലേഷൻഷിപ്പ് തന്നെയാണ്. എക്സ്പെൻസ് ആരാണ് ബോൺ ചെയ്യുക? കൺസൈനറാണ്. ഇവിടെ ബയ്യറാണ്. ഓക്കെ. ഇൻവോയ്സ് ഉണ്ട് അല്ലേ? ഇവിടുത്തെ ഇൻവോയ്സിൻ്റെ പേരെന്താ? പ്രോഫോമ ഇൻവോയ്സ് ആണെങ്കിൽ ഇവിടെ ഒറിജിനൽ ഇൻവോയ്സാണ്. ഓക്കെ. അടുത്ത് ഗുഡ്സ് കൺസൈൻഡ് അറ്റ് കോസ്റ്റ് ആൻഡ് ഇൻവോയ്സ് പ്രൈസ്. മക്കളെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താൽ നമുക്ക് നോക്കാം. ഗുഡ്സ് കൺസൈൻ മേ ബി ഇൻ കോസ്റ്റിലാവാം, അല്ലെങ്കിൽ ഏതാവാം? ഇൻവോയ്സ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. വൈകി കൺസൈനർ സെൻഡ് ഗുഡ്സ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഹീ ഡസിൻ വാണ്ട് ടു റിവീൽ ദ റിയൽ കോസ്റ്റ് ഓഫ് ദ ഗുഡ്സ്. കറക്റ്റ് കോസ്റ്റ് എത്രയെന്ന് ആരറിയരുത്? കൺസൈനി അറിയരുതെന്ന് ആർക്ക് നിർബന്ധമുണ്ട്? കൺസൈനർക്ക് നിർബന്ധമുണ്ട്. ഇൻ ദിസ് കേസ് വി വോണ്ട് ടു റിമൂവ് ലോഡ് ഓൺ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്കറിയാലോ എവിടെ നിന്നൊക്കെ റിമൂവ് ചെയ്യണം? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ റിമൂവ് ചെയ്യണം. എൻട്രി എന്താ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്പ് ടു കൺസൈൻമെൻറ്റ്. നോർമലി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് സെൻഡ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്പ് ടു ഗുഡ്സ് സെൻഡ് ഓൺ. നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരിക. ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ എൻട്രി എന്താ വരിക? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്പ് ടു ഇൻവെൻ്ററി റിസർവ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്നൊക്കെയല്ലേ പറഞ്ഞേ? അതന്നെ. അപ്പോൾ സെറ്റല്ലേ? അടുത്ത കാര്യം വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എന്നാവും നമ്മൾ പഠിച്ചുള്ളല്ലേ? എങ്ങനെയാ? കോസ്റ്റ് ഓഫ് സച്ച് ഗുഡ്സ് പ്ലസ് പ്രപ്പോർഷനേറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനർ, പ്രപ്പോർഷനേറ്റ് ഡയറക്റ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനർ. ഓക്കെ അല്ലേ? ഇനി കുറച്ച് അതർ പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ.